ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു മൾട്ടി കളർ LED ക്ലോക്കാണ് അസംബിൾ ചെയ്യാനുള്ളത്. ഇതിൻ്റെ SMD LEDസും ഡ്രൈവർ ICയും ഓൾറെഡി സോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് കമ്പോണൻസേ സോൾഡർ ചെയ്യാനുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെറ്റ് ചെയ്യാനുള്ള സ്ക്രൂ ഡ്രൈവർ ഉൾപ്പെടെയാണ് കിട്ടിയിരിക്കുന്നത്. പവർ കേബിളുണ്ട്. അപ്പോൾ ബാക്കി കമ്പോണൻസ് കൂടി സോൾഡർ ചെയ്തിട്ട് എങ്ങനെയുണ്ട് അതിൻ്റെ പെർഫോമൻസ് എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഇതൊരു റിയൽ ടൈം ക്ലോക്ക് IC വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്, DS1302. അപ്പോൾ ടൈം വേരിയേഷനൊന്നും ഉണ്ടാകുമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ക്ലോക്ക് സർക്യൂട്ടാണിത്. അപ്പോൾ ICയും അതിനോടൊപ്പം തന്നെ അതിൻ്റെ മൗണ്ട് ചെയ്യുന്നതിനുള്ള ഹോൾഡറും തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. അതിന് മുൻപ് നമുക്ക് ചെറിയ കമ്പോണൻസായ റെസിസ്റ്റേഴ്സും ട്രാൻസിസ്റ്റേഴ്സും ഒക്കെ ഒന്ന് സോൾഡർ ചെയ്തെടുക്കാം. അതിനുശേഷം IC സർക്യൂട്ടിലേക്ക് സോൾഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലോക്കിൻ്റെ PCB അസംബ്ലിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി IC ഇൻസേർട്ട് ചെയ്യുക. പിന്നെ ഈ തെർമിസ്റ്ററും LDRും സോൾഡർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ക്യാബിനറ്റിന് പുറത്തേക്ക് നിൽക്കാൻ പാകത്തിന് വേണം. അവിടെ 2 ഹോളുണ്ട്, അതിൽ കറക്റ്റായിട്ട് വരത്തക്ക രീതിയിൽ വേണം സോൾഡർ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതൊന്ന് PCB ക്ലീൻ ചെയ്തെടുത്ത് IC ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് പവർ കൊടുത്തൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ക്ലോക്കിൻ്റെ PCBയുടെ അസംബ്ലിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് പവർ സപ്ലൈ കൊടുത്തിട്ടൊന്ന് വർക്കാകുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ക്യാബിനറ്റിൽ സെറ്റ് ചെയ്യാതെ നോക്കുമ്പോൾ ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇനി ഇത് ക്യാബിനറ്റിലേക്ക് ഒന്ന് സെറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഓക്കെ, ഇതാണ് തെർമിസ്റ്ററും LDRും ഏകദേശം പുറത്തേക്ക് വരുന്ന രീതിയിൽ വേണം ഇത് സോൾഡർ ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് സ്ക്രൂസ് എല്ലാം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം.
തന്നിരിക്കുന്ന സ്ക്രൂ ഡ്രൈവർ മാഗ്നറ്റ് അല്ലാത്തതുകൊണ്ട് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് വേറെ സ്ക്രൂ ഡ്രൈവർ എടുത്തത്. ഓക്കെ, ഇനി പവർ സപ്ലൈ ഒന്ന് കൊടുത്ത് നോക്കാം. ഓക്കെ, ക്ലോക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, ടൈം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ, ഡേറ്റ്, ടൈം എല്ലാം ഉള്ള ഒരു ക്ലോക്കാണ്. ഇതിലൊരു ഇൻറ്റേർണൽ ബാറ്ററി ഉണ്ട്, അത് ഇൻസേർട്ട് ചെയ്തിട്ടില്ല. അത് ബാക്കപ്പ് ടൈമിന് വേണ്ടിയിട്ടാണ്. റിയൽ ടൈം ക്ലോക്ക് ആയതുകൊണ്ട് ഇനി കറണ്ട് പോവുകയാണെങ്കിലൊന്നും പ്രശ്നമില്ല. ബാറ്ററി കൂടി ഇൻസേർട്ട് ചെയ്താൽ കൃത്യമായി തന്നെ ഓടിക്കൊള്ളും. അപ്പോൾ ഈ ഒരു ക്ലോക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു സർക്യൂട്ടുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.